LGBT കമ്മ്യൂണിറ്റിനെ ഇത്രത്തോളം അക്സെപ്റ്റ് ചെയ്യുന്ന ഒരു സംസ്കാരം ഉണ്ടെങ്കിൽ അത് ഹിന്ദു സംസ്കാരം മാത്രമാണ്. മറ്റു മതങ്ങൾ ഇവർക്ക് ഭ്രാന്താണെന്നും വലിയ തെറ്റാണെന്നും പറഞ്ഞു വെക്കുമ്പോൾ ഹിന്ദു സംസ്കാരം ഈ വിഷയത്തെ വളരെ വിശാലമായിട്ടാണ് നോക്കിക്കാണുന്നത്. ഉദാഹരണത്തിന് മഹാഭാരതം. ശിഖണ്ഡിയാണ് കുരുക്ഷേത്ര യുദ്ധത്തിന്റെ ഗതി തന്നെ നിർണ്ണയിക്കുന്നത്. ശിഖണ്ഡിയെ മോഡേൺ സയൻസ് വിളിക്കുന്നത് ട്രാൻസ്മെൻ എന്നാണ്. അതായത് സ്ത്രീയായി ജനിച്ച് പുരുഷനായിട്ട് മാറിയ ഒരാള്. ഇദ്ദേഹത്തെ പാണ്ഡവരും കൃഷ്ണനും വളരെ റെസ്പെക്റ്റോടു കൂടിയാണ് നോക്കിക്കണ്ടത്. അടുത്തത് അർദ്ധനാരീശ്വര സങ്കല്പം. ശിവനും പാർവതിയും ഒറ്റ ശരീരത്തിൽ ഉൾക്കൊണ്ടിട്ടുള്ള ഒരു കോൺസെപ്റ്റ് ആണിത്. ഇതിന് പല രീതിയിലുള്ള ഇന്റർപ്രിട്ടേഷൻസ് ഉണ്ട്. അതിലൊന്നാണ് സ്ത്രീയും പുരുഷനും മാത്രമല്ല, ജെൻഡർ ഡൈവേഴ്സ്, ജെൻഡർ ഫ്ലൂയിഡ് ആയിട്ടുള്ള മറ്റൊരു കമ്മ്യൂണിറ്റി കൂടി ഇവിടെ ഉണ്ട് എന്നുള്ള ഒരു കോൺസെപ്റ്റ്. അടുത്തത് രാമായണത്തിലെ ഭാഗീരഥൻ രാജാവ്. ഇദ്ദേഹത്തിന്റെ പാരന്റ്സ് രണ്ട് സ്ത്രീകളായിരുന്നു. അങ്ങനെ ഒരുപാട് ഉദാഹരണങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. മോഡേൺ കമ്മ്യൂണിറ്റി ഇപ്പോഴാണ് LGBT കമ്മ്യൂണിറ്റിക്ക് വേണ്ടിയുള്ള നിയമങ്ങളും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നത്. എന്നാൽ നൂറ്റാണ്ടുകൾക്ക് മുന്നേ തന്നെ സ്ത്രീയും പുരുഷനും മാത്രമല്ല, മറ്റൊരു കമ്മ്യൂണിറ്റി, അതായത് ജെൻഡർ ഡൈവേഴ്സ്, ജെൻഡർ ഫ്ലൂയിഡ് ആയിട്ടുള്ള LGBT കമ്മ്യൂണിറ്റി കൂടി ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞു വെക്കുകയാണ് ഹിന്ദു സംസ്കാരം.